രാവിലെ ഒന്ന് ചായ കുടിച്ചതായി കാണുന്നത്. ഇമാതിരി പാത്രങ്ങൾ കഴുകാണ്ട്. രാവിലെ ഞങ്ങൾക്ക് നൂൽപുട്ടും മുട്ടക്കറിയും പിന്നെ ചായയും ഉണ്ടായിരുന്നു. പിന്നെ അതുണ്ടാക്കിയതിൻ്റെ പാത്രങ്ങൾ, പിന്നെ രാവിലത്തെ ഭക്ഷണം കഴിച്ചതിൻ്റെ പാത്രങ്ങൾ. രാവിലത്തെ ഒരു നേരത്തെയാണ് കേട്ടോ ഈ പാത്രങ്ങളൊക്കെ. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചോറും കറിയും വെച്ച് അത് കഴിച്ചതിൻ്റെ പാത്രങ്ങൾ വേറെ ഉണ്ടാവും. പിന്നെ വൈകുന്നേരം നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാത്രങ്ങൾ വേറെ ഉണ്ടാവും. പിന്നെ രാത്രി നമ്മൾ ചോറും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാത്രങ്ങൾ വേറെ ഉണ്ടാവും. പാത്രം കഴുകി പ്രാന്ത് വരും. പിന്നെ പാത്രം കഴുകുന്നത് പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളത്, കാരണം കഴുകാണ്ടും പറ്റില്ല. അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അത് കഴിഞ്ഞാൽ അവിടെ അപ്പടി വെള്ളമാവും. അപ്പോൾ നമ്മൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കണം. പാത്രം കഴുകാൻ നിന്നാൽ കുറേ പണികളുണ്ട്. ഈ പണികളൊന്നും കഴിയേണ്ട അടുത്തൊരു പണിയിലേക്ക് പോകാനും പറ്റില്ല. ഈ പാത്രം കഴുകി കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടോ അടുത്ത പണി എടുക്കുള്ളൂ. അത് വേറെ കാര്യം. നമ്മുടെ ഹെൽത്തും കൂടി നോക്കണ്ടേ. എപ്പോഴും പണിയെടുത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ സ്ലാബൊക്കെ ഒന്ന് തുടച്ചിടാണ്. അത്രയും തീരെ വയ്യെങ്കിൽ മാത്രമാണ് എൻ്റെ അടുക്കള വൃത്തികേടായിട്ട് കിടക്കാറുള്ളൂ. അല്ലെങ്കിൽ പരമാവധി ഞാനത് നീറ്റാക്കി വയ്ക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കാറുണ്ട്, എനിക്ക് പണിയെടുക്കാൻ അറിയാത്തത് കൊണ്ടാണോ പാത്രങ്ങൾ ഞാൻ ഇങ്ങനെ കഴുകണത്, അതോ എല്ലാവരുടെ വീട്ടിലും ഇതുതന്നെയാണോ അവസ്ഥ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്ക് പണിയെടുക്കാൻ അറിയാത്തതാണോ അതോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.